ഒരവസരം കൂടി കിട്ടിയിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? നിങ്ങളുടെ പാതി വഴിയിൽ നിന്ന് പോയ പഠനം പുനരാരംഭിക്കാൻ ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം. മാസ്റ്റർ മൈൻഡ്സ് എഡ്യൂക്കേഷൻ. വെറും 6 മാസം കൊണ്ട് നിങ്ങൾക്കും നേടാം SSLC, +2 തോറ്റവർക്ക് തോറ്റ വിഷയങ്ങൾ എഴുതിയെടുക്കാവുന്നതാണ്. PSC, UPSC അംഗീകൃത സർട്ടിഫിക്കറ്റുകൾ, സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് ബാച്ചുകൾ, ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസുകളുടെ സൗകര്യവും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. മാസ്റ്റർ മൈൻഡ്സ് എഡ്യൂക്കേഷൻ, NSS കോളേജ് റോഡ്, നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. വെൽക്കം ടു മാസ്റ്റർ മൈൻഡ്സ് എഡ്യൂക്കേഷൻ ഓൺലൈൻ ക്ലാസ്സസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ബിസിനസ് സ്റ്റഡീസിൻ്റെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. 16ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സർവീസസ് പ്രൊവൈഡഡ് ബൈ ദ ഹോൾസെയിലർ ടു ദ മാനുഫാക്ചേഴ്സ് ഇൻക്ലൂഡ്. അതായത് ഹോൾസെയിലർ മാനുഫാക്ചേഴ്സിന് കൊടുക്കുന്ന സർവീസിൽ പെട്ട പോയിന്റ് ഇതിൽ ഏതാണെന്നാണ് ചോദിക്കുന്നത്. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി, ബൾക്ക് ബൈയിങ് ആണ് കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ പെട്ടെന്ന് വായിച്ചു നോക്കുമ്പോൾ എല്ലാം ഹോൾസെയിലേഴ്സ് മാനുഫാക്ചേഴ്സിന് കൊടുക്കുന്ന സർവീസ് അല്ലെന്ന് തോന്നുമെങ്കിലും ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ബൾക്ക് ബൈയിങ് ആണ് അല്ലേ. കാരണം എന്താണ്, മാനുഫാക്ചേഴ്സ് അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധനങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളാണ്. അവരുടെ കയ്യിൽ നിന്ന് ഏറ്റവും ക്വാണ്ടിറ്റിയിൽ ആര് സാധനങ്ങൾ വാങ്ങുന്നത്? ഹോൾസെയിലേഴ്സ് ആണ് അല്ലേ. എന്നിട്ട് ഹോൾസെയിലേഴ്സ് പിന്നെ അവരാണ് ആർക്ക് കൊടുക്കുന്നത്? റീറ്റെയിലേഴ്സിന് കൊടുക്കുന്നത്. സോ എന്താണ്, ബൾക്കായിട്ട് ബൈ ചെയ്യുന്നുണ്ട് അല്ലേ. ഒരുപാട് ലാർജ് ക്വാണ്ടിറ്റിയിൽ ബൈ ചെയ്തുകൊണ്ടാണ് ഹോൾസെയിലേഴ്സ് മാനുഫാക്ചേഴ്സിന് കൊടുക്കുന്ന ഒരു സർവീസാണ്. സോ എന്താണ്, ഓപ്ഷൻ സി, ബൾക്ക് ബൈയിങ് ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ആണ് റിസോഴ്സസ് റിക്വയർഡ് ഫോർ സക്സസ്ഫുൾ ബിസിനസ് ഇംപ്ലിമെൻറ്റേഷൻ നോട്ട് ഇൻക്ലൂഡ്. അതായത് നമ്മൾ മോഡേൺ മോഡ്സ് ഓഫ് ബിസിനസ് പഠിച്ചപ്പോൾ കൊമേഴ്സും ബിസിനസ്സും അത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ എന്തൊക്കെ വേണം, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ചോദിക്കുന്നത് നമ്മൾ നല്ലൊരു ബിസിനസ് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണം അല്ലെങ്കിൽ എന്തൊക്കെ റിസോഴ്സസ് വേണമെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ പെടാത്ത പോയിന്റ് ഇതിൽ ഏതാണെന്നാണ് ചോദിക്കുന്നത്. അതാണ് റിസോഴ്സസ് റിക്വയർഡ് ഫോർ സക്സസ്ഫുൾ ബിസിനസ് ഇംപ്ലിമെൻറ്റേഷൻ നോട്ട് ഇൻക്ലൂഡ്. ഓക്കെ, അപ്പോൾ അതിൽ പെടാത്തത് എന്താണെന്ന് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ബിസിനസ് നല്ല രീതിയിലൊരു ബിസിനസ് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ റിസോഴ്സസ് വേണമെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അപ്പോൾ എന്താണ്, വെബ്സൈറ്റ്, നല്ലൊരു വെബ്സൈറ്റ് വേണം. അതുപോലെ തന്നെ ടെക്നിക്കലി ക്വാളിഫൈഡ് ആയിട്ടുള്ള വർക്ക് ഫോഴ്സ് വേണം, ആഡിക്വേറ്റ് കമ്പ്യൂട്ടേഴ്സ് വേണം. ഇതൊക്കെ എന്താണ്, സക്സസ്ഫുള്ളി നമ്മളൊരു ബിസിനസ് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വേണ്ട റിസോഴ്സസ് ആണ് അല്ലേ. അപ്പോൾ താഴെ കൊടുത്ത പോയിന്റിൽ അതിൽ പെടാത്തത് ഏതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താണ് അതിൽ പെടാത്ത ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി, ബിഗ് ഓഫീസ് ബിൽഡിംഗ് എന്നുള്ളതാണ് കേട്ടോ. അപ്പം 17ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി, ബിഗ് ഓഫീസ് ബിൽഡിംഗ്. ഓക്കെ, ഇനി അടുത്തതാണ്, ഇതൊക്കെ ഈസി ക്വസ്റ്റ്യൻ ആണ്. അണ്ടർ വാട്ട് മെത്തേഡ് പേയ്മെൻറ്റ് ഈസ് മെയ്ഡ് അറ്റ് ദ ടൈം ഓഫ് ഫിസിക്കൽ ഡെലിവറി ഓഫ് ഗുഡ്സ്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ മോഡേൺ മോഡ്സിൽ പഠിച്ചതാണ്. മോഡേൺ മോഡ്സ് ഓഫ് ബിസിനസ് നമ്മൾ പഠിച്ചതാണ്. നമ്മൾ സാധനങ്ങൾ ഓൺലൈനായിട്ട് ഓർഡറൊക്കെ ചെയ്ത് അണ്ടർ വാട്ട് മെത്തേഡ് പേയ്മെൻറ്റ് ഈസ് മെയ്ഡ് അല്ലേ. നമ്മൾ പേയ്മെൻറ്റ് എപ്പോഴാണ് കൊടുക്കുന്നത്? അറ്റ് ടൈം ഓഫ് ഫിസിക്കൽ ഡെലിവറി ഓഫ് ഗുഡ്സ്. നമുക്ക് സാധനങ്ങൾ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ നമ്മൾ പൈസ കൊടുക്കുന്നതിന് നമ്മൾ എന്താ പറയുക എന്നുള്ളതാണ്. എന്താ പറയുക, നമ്മൾ ഓൺലൈനായിട്ടൊക്കെ സാധനങ്ങൾ ബുക്ക് ചെയ്ത് വീട്ടിലേക്ക് സാധനം എത്തുമ്പോൾ നമ്മൾ നേരിട്ട് അവർക്ക് ക്യാഷ് കൊടുക്കുന്നത് നമ്മൾ എന്താ പറയല്? ക്യാഷ് ഓൺ ഡെലിവറി അല്ലേ. അപ്പോൾ ഇതിൽ ഓപ്ഷൻ എ ആണ് ഉത്തരം, ക്യാഷ് ഓൺ ഡെലിവറി കേട്ടോ. അതിന് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ, ക്യാഷ് ഓൺ ഡെലിവറി. ഓക്കെ, ഇനി 18ാമത്തെ ക്വസ്റ്റ്യൻ. അരുൺ ഡിസൈഡ് ടു സെൽ ഹിസ് ഓൾഡ് ബുക്ക് ടു ഹിസ് ഫ്രണ്ട്സ് ബ്രദർ രാകേഷ്. ദിസ് ഈസ് എ ഡാഷ് ട്രാൻസാക്ഷൻ. അതും നമ്മൾ മോഡേൺ മോഡ്സ് ഓഫ് ബിസിനസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. കൊമേഴ്സ് ടൈപ്സ് ഒക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ. നമ്മളിപ്പോൾ B2B ബിസിനസ്, B2C ബിസിനസ്, അല്ലെങ്കിൽ ഇൻട്രാബി കൊമേഴ്സ്, അല്ലെങ്കിൽ C2C, കസ്റ്റമർ ടു കസ്റ്റമർ, അങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ. അപ്പോൾ ഇവിടെ എന്താ ചോദിക്കുന്നത്, അരുൺ ഡിസൈഡഡ് ടു സെൽ ഹിസ് ഓൾഡ് ബുക്ക്. അരുൺ എന്നൊരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ഉപയോഗിച്ച ഓൾഡ് ബുക്ക്, പഴയ ബുക്കൊക്കെ ആർക്ക് വിൽക്കാൻ? ടു ഹിസ് ഫ്രണ്ട്സ് ബ്രദർ, ഫ്രണ്ടിൻ്റെ ബ്രദറിന് വിൽക്കുകയാണ്. അത്തരത്തിലുള്ള ട്രാൻസാക്ഷനെ നമ്മൾ എന്താ പറയുക ചോദിച്ചിട്ടുള്ളത്. ഇവിടെ രണ്ടുപേരും എന്താണ്, കസ്റ്റമേഴ്സ് ആണ് അല്ലേ. അതായത് രണ്ടുപേരും ബിസിനസ് എന്നുള്ള ആളുകളല്ല. അപ്പൊ എന്താണ്, അത്തരത്തിലുള്ള ട്രാൻസാക്ഷൻ നമ്മൾ എന്താ പറയാ? C2C അല്ലേ, കസ്റ്റമർ ടു കസ്റ്റമർ ട്രാൻസാക്ഷൻ ആണ് ഇവിടെ വരുന്നത് അല്ലേ. ഇയാൾ ഉപയോഗിച്ച പഴയ ബുക്ക് എന്താണ്, ഇയാളുടെ ഫ്രണ്ടിന്റെ ബ്രദറിന് വിൽക്കുകയാണ്. സോ എന്താണ്, C2C, കസ്റ്റമർ ടു കസ്റ്റമർ. അപ്പോൾ ഓപ്ഷൻ ഡി, കസ്റ്റമർ ടു കസ്റ്റമർ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇവിടെ B2B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് ടു ബിസിനസ്, B2C പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് ടു കസ്റ്റമർ ഒക്കെയാണ് അല്ലേ. അപ്പോൾ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി, C2C. ഓക്കെ, ഇനി 19ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. Withdrawal of money from ATM is an example of dash type of transaction.
അതായത് എന്താണ്, നമ്മൾ ATM ന്ന് ക്യാഷ് പിൻവലിക്കുന്നത് ഏത് കൈൻഡ് ഓഫ് ട്രാൻസാക്ഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. അവിടെ എന്തായിരിക്കും, അവിടെ നമ്മൾ ബിസിനസ്സിൽ നിന്ന് ഒരു കസ്റ്റമർ നേരിട്ട് പോയിട്ടല്ല എടുക്കുന്നത്, അവിടെ ബിസിനസ്സും കസ്റ്റമറും തമ്മിലുള്ള ട്രാൻസാക്ഷൻ അല്ലേ വരുന്നത്. അപ്പം ഇതിൻ്റെ ആൻസർ ഏതായിരിക്കും, ബിസിനസ് ടു കസ്റ്റമർ അല്ലേ. നമ്മൾ ബാങ്കിൻ്റെ ATM ന്ന് പോയിട്ട് നമ്മൾ ക്യാഷ് എടുക്കണം. അവിടെ ബിസിനസ് എന്ന് പറഞ്ഞാൽ ATM ഉം അതുപോലെ തന്നെ നമ്മൾ കസ്റ്റമേഴ്സാണ്, നമ്മളുള്ളത്. അപ്പോൾ അവിടെ വരുന്ന ട്രാൻസാക്ഷൻ ബിസിനസ് ടു കസ്റ്റമർ ആണ്. സോ ഓപ്ഷൻ ബി ബിസിനസ് ടു കസ്റ്റമർ ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി അതിൽ വരുന്ന ഓർ ക്വസ്റ്റ്യൻ ആണ്, ഡാഷ് റെഫേഴ്സ് ടു കോൺട്രാക്ടിങ് ഔട്ട് സം ഓഫ് ഇറ്റ്സ് ആക്ടിവിറ്റീസ് ടു എ തേർഡ് പാർട്ടി വിച്ച് വാസ് ഏർലിയർ പെർഫോംഡ് ബൈ ദ ഓർഗനൈസേഷൻ. അതായത് എന്താ പറയുന്നത്, നമ്മൾ എന്താണ് ബിസിനസ് ഓർഗനൈസേഷൻ പണ്ടൊക്കെ അവരുടെ ചെയ്തിരുന്ന ഒരു കാര്യം ഇപ്പോൾ ഒരു തേർഡ് പാർട്ടിക്ക് കോൺട്രാക്ട് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് കരാർ കൊടുക്കുന്നതിന് നമ്മൾ എന്താ പറയുക ചോദിക്കുന്നത്. ബിസിനസ്സിൻ്റെ ഒരു ഭാഗം അല്ലെങ്കിൽ അത്ര കോർ അല്ലാത്ത ഒരു ഏരിയ നമ്മളൊരു തേർഡ് പാർട്ടിക്ക് അല്ലെങ്കിൽ ഒരു പുറമേ ഉള്ള ഒരാൾക്ക് നമ്മൾ കോൺട്രാക്റ്റ് ആയിട്ട് കൊടുക്കുക അല്ലെങ്കിൽ കരാറായിട്ട് കൊടുക്കുന്നതിന് നമ്മൾ എന്താ പറയുക ചോദിച്ചിട്ടുള്ളത്. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിംഗിലെ BPO, ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിംഗ് ആണ് ആൻസർ. ഓപ്ഷൻ എ BPO. നമ്മൾ ബിസിനസ്സിൻ്റെ ഒരു ഭാഗം നമ്മളൊരു പുറം ജോലി കരാർ നോക്കട്ടെ, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ വേറൊരാൾക്ക് കോൺട്രാക്റ്റ് ആയിട്ട് കൊടുക്കാം, അവരത് ചെയ്യും. അപ്പം അത്തരത്തിലുള്ള ഇതിനെന്താ പറയാന്ന് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പം അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ BPO, അതായത് ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിംഗ്. ഓക്കെ, ഇനി 20ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഇൻ എ B2B ട്രാൻസാക്ഷൻ ബോത്ത് ദ പാർട്ടീസ് ഇൻവോൾവ്ഡ് ആർ. അതായത് B2B ട്രാൻസാക്ഷനിൽ വരുന്ന രണ്ട് പാർട്ടീസും ഏതാണെന്ന് ചോദിക്കുന്നത്. അതായത് ഇൻ B2B ട്രാൻസാക്ഷൻ ബോത്ത് ദ പാർട്ടീസ് ഇൻവോൾവ്ഡ് ആർ ഏതൊക്കെയാണ്. B2B എന്ന് പറഞ്ഞാൽ എന്താണ്, ബിസിനസ് ടു ബിസിനസ് ആണ് അല്ലേ. രണ്ട് ബിസിനസ് പേഴ്സൺസ് അല്ലെങ്കിൽ രണ്ട് ബിസിനസ് സ്ഥാപനങ്ങൾ തമ്മിലുള്ള ട്രാൻസാക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബിസിനസ് ടു ബിസിനസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഓരോ ഓപ്ഷനും വായിച്ചു നോക്കും. മാനുഫാക്ചറർ ആൻഡ് സപ്ലയർ, അതെന്ത് ട്രാൻസാക്ഷനാണ്, മാനുഫാക്ചററും ഒരു ബിസിനസ് ആണ്, അതുപോലെ തന്നെ സപ്ലയറും ഒരു ബിസിനസ് ആണ് അല്ലേ. അപ്പം അവർ തമ്മിൽ ട്രാൻസാക്ഷൻ എന്താണ്, ബിസിനസ് ടു ബിസിനസ് ആണ് അല്ലേ. അപ്പം ആൻസർ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഓപ്ഷൻ എ മാനുഫാക്ചറർ ആൻഡ് സപ്ലയർ. ഇവിടെ അത് നോക്കും, കസ്റ്റമർ ടു കസ്റ്റമർ പറയുമ്പോൾ എന്താണ്, C2C ആയിരിക്കും അല്ലേ. ഹോൾസെയിലർ ആൻഡ് കസ്റ്റമർ പറയുമ്പോൾ ബിസിനസ് ടു കസ്റ്റമർ ആയിരിക്കും അല്ലേ. റീറ്റെയിലർ ആൻഡ് കസ്റ്റമർ പറയുമ്പോഴും ബിസിനസ് ടു കസ്റ്റമർ ആയിരിക്കും. പക്ഷെ ഇവിടെ എന്താണ്, B2B എന്ന് പറയുമ്പോൾ രണ്ട് ബിസിനസ്സുകൾ തമ്മിലുള്ള ട്രാൻസാക്ഷൻ ആണ്. അപ്പോൾ ഇവിടെ എന്താണ്, ഓപ്ഷൻ എ മാനുഫാക്ചറർ ആൻഡ് സപ്ലയർ അല്ലേ. മാനുഫാക്ചററും ഒരു ബിസിനസ് റിലേറ്റഡ് ആളാണ്, അതുപോലെ തന്നെ സപ്ലയറും ബിസിനസ് റിലേറ്റഡ് ആളാണ്. അപ്പോൾ രണ്ട് ബിസിനസ് പാർട്ടീസും തമ്മിലുള്ള ട്രാൻസാക്ഷൻ നമ്മൾ B2B ട്രാൻസാക്ഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ മാനുഫാക്ചറർ ആൻഡ് സപ്ലയർ. ഓക്കെ അല്ലേ. അപ്പോൾ ഇത്രയുമാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന 1 വേർഡ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ഫസ്റ്റത്തെ 20 ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അതിൻ്റെ ഇതുപോലെ ഓപ്ഷൻസ് ഉണ്ടാവും. അതിൽ ഏറ്റവും ആപ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഉത്തരം നമ്മൾ ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ ഇങ്ങനെ ഓപ്ഷൻ എ ബി എന്ന് മാത്രം ഇട്ടാൽ പോരാ, നമ്മൾ ഓപ്ഷൻ എ എന്ന് എഴുതിയിട്ട് അതെന്താണ് ആൻസറും കൂടി ഒന്ന് എടുത്ത് എഴുതുക. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഓക്കെ, താങ്ക് യു.